പണം കൊണ്ടുവന്നുണ്ടോ? പണം എനിക്ക് പുല്ലാണ്. പണം നിനക്ക് പുല്ലാണെങ്കിലേ നിന്റെ വീട്ടിലെ പശുവിനെ എരുമയ്ക്ക് കൊണ്ടുകൊടു, അത് തിന്നു. നീ തന്നില്ലേ? ഞാൻ തിന്നു. ഞാൻ പുല്ല് തിന്നാനോ? എടാ ഇന്ന് നിന്നെ കൂടെ പുല്ല് കണ്ടിട്ടിരിക്കും. നോക്കിക്കോ. എന്നാ അടിക്കാൻ ഇറങ്ങിക്കേ. അടിക്കാൻ ഞാനോ? പിന്നെ ഞാനാ അന്തോണി. Ready? Come on. എപ്പോഴും വെക്കുക, എങ്ങനെയും വെക്കുക, സമയത്തും വെക്കുക, അതിനൊരു കാര്യം, ആര് ജയിച്ചാലും തോറ്റാലും പണം ഞാൻ എടുക്കും.
ബെസ്റ്റ് പെർഫോമൻസ് പ്രകാശ്. ആ കാശിങ്ങത്താ മോനെ ഇത് ഞാൻ ബെറ്റ് വെച്ച് കാശ. ഇതിൽ മോനെ അവകാശമില്ല. ഇത് ഞാൻ കടം വാങ്ങിച്ചു കൊടുക്കണം. അതെല്ലാം കൊടുക്കാനുള്ള കൊടുത്തിട്ട് കടം വീട്ടിയാ മതി. പറഞ്ഞത് കേക്ക്. ഇലേക്ക് ഇട്. ഇടാനാ പറഞ്ഞ. ഇത് എന്തൊരു സാധനമാണാവോ? ഒരു 100 മില്ലടിക്കാൻ ഞാൻ എന്ത് ചെയ്യും? കടമടിക്കാം. കടമടിക്കാം. ഡാഡി പ്ലീസ്. സൈക്കിൾ സൂക്ഷിച്ചു കുട്ടി. ഞാൻ മനപ്പൂർവ്വം എടുത്തതാ. എന്തിന്? സ്പെഷ്യലായിട്ട് ഒരു അടിമ കണ്ടോ? ആ കണ്ടു. അതിലൊരാൾ ജയിച്ചത് കണ്ടോ? കണ്ടു. അയാളോട് നിങ്ങളൊരു ഫൗൾ കാണിച്ച ഓർമ്മയുണ്ടോ? ഫൗളോ? ആ ഫൗൾ. ഓ അതോ? നീ എവിടെ ഉണ്ടായിരുന്നു? ആ എന്റെ ഡാഡി ജയിച്ചത്. ഓ അത് ശരി. ആ ഫൗളിന് 100 രൂപയാണ് പിഴ. ഇപ്പൊ തരണം. അപ്പോ മോൻ അമ്മയോട് എത്ര രൂപ വാങ്ങിക്കാണും? അതിനെനിക്ക് അമ്മയില്ലല്ലോ. അമ്മ പണ്ടേ മരിച്ചു പോയില്ലേ? അയ്യോ ഇപ്പൊ എന്റെ കയ്യിൽ രൂപയില്ല. ഇനി കാണുമ്പോ 500 രൂപ തരാം. 500 വേണ്ട, 100 മതി. അത് സാരമില്ല. ആന്റി ഒരു 4 ഫോളോ കൂടെ ചെയ്തോളാം. അത് ഡാഡിയോട് ചോദിച്ചിട്ട് ഓ പറയാം. ധാരാളം മതി. പോട്ടെ ആന്റി. പോകാം. ടാറ്റാ. ടാറ്റാ. ബൈ. അല്ല നിങ്ങൾ കൂട്ടുകാരെ? എ സ്മാർട്ട് ബോയ് ഡാഡി. എന്നെ പോലെ തന്നെ അവനും. എങ്ങനെ? അവനും അമ്മയില്ല. ശരി നമുക്ക് പോവാം. ആന്റി വാ ആന്റി. പീറ്ററിന്റെ കാറിലേക്കുള്ള സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് വെച്ചേ. ശരി മോനെ. വാ ആന്റി വാ. വാ ആന്റി. അയ്യോ ഡാഡി കേൾക്കേ പപ്പി കേൾക്കേ പപ്പി. ആരാ മോനെ അത്? വഴിയെന്ന് കിട്ടിയതാ. ഡാഡിക്ക് അറിയോ നോക്കിയേ. കൊച്ചമ്മയോടെ അവിടെ ഇരിക്കാൻ പറ. ഞാനിപ്പോ വരാം. കൊച്ചമ്മേന്ന് വിളിച്ച് ആളെ കളിയാക്കാതെ. എന്റെ പേര് മഞ്ജു എന്നാ. വാ ആന്റി വാ. ഓ എന്റെ പേര് പീറ്റർ. മിസ്റ്റർ പീറ്റർ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇങ്ങനെ കണ്ടക്ടറാണ്. കണ്ടക്ടർ, കോൺട്രാക്ടർ, പിന്നെ ബിസിനസ്, അങ്ങനെ 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 പോകുന്നു. ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയോ നിങ്ങളാണോ നിങ്ങളെ? ആരാ പീറ്ററെ? എടാ ജയ, നമ്മളൊന്ന് അടിച്ചു ജയിച്ചു വരുമ്പോഴേ നിന്റെ കർണക്ക് ടിക്കറ്റും തന്നില്ലേ? ഇവിടെ നോക്ക്. ടിസ് ഒന്ന് ആ പാർട്ടി ഇരിക്കും. കുടിക്കാൻ ആന്റി എന്താ ഒരു കഥകളി? ഡാഡി ആന്റി 500 രൂപ തരാന്ന് പറഞ്ഞു. എന്താ? വേണ്ട മോനെ, ആന്റി തമാശ പറഞ്ഞല്ലേ. തമാശ എന്താന്ന് ഞങ്ങൾ കൊണ്ടൊന്ന് അറിയട്ടെ. പറയില്ല മോനെ. നിങ്ങൾ രണ്ടുപേരും ആ കൊച്ചിന്റെ കയ്യിൽ പിടിച്ചു പറിക്കാതെ അതൊന്ന് പറഞ്ഞു തൊളിക്കട്ടെ. ആന്റി ഡാഡിക്ക് 5 കിസിന് 500 രൂപ തരാന്ന് പറഞ്ഞു. ഒന്നുമില്ല. ആന്റി എന്റെ അടുത്ത് പറഞ്ഞു. അല്ല ഇതെന്താണിത്? അല്ലെ ഇതെന്ത് കളിയാണിത്? ഇതൊരു കളിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കണ്ടായിരുന്നു. ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹലോ മാസ്റ്ററാണോ? ഞാനാ ജയൻ. അതെ
മാസ്റ്റർ എത്തിയ വിവരം ഞാൻ ഇന്ന് റെസ്ലിംഗ് ക്ലബിൽ നിന്ന് അറിഞ്ഞത്. ആ. മാസ്റ്റർ ജയൻ, മൈ ബോയ്. മാസ്റ്റർ ജയൻ, എത്ര നാളെ നിന്നെ കണ്ടിട്ട്. ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. വരൂ, ഇരിക്കൂ. ജയൻ, ഞാൻ എന്നും ആലോചിക്കാറുണ്ട്, നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുസ്തിക്കാരന്റെ കോച്ച് എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാമായിരുന്നു. എനിക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന സാഹചര്യം മാസ്റ്റർക്ക് അറിയാലോ. ഭാര്യയുടെ പെട്ടെന്നുള്ള മരണം, കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കാനുള്ള അലച്ചിൽ, എനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ജീവിതമല്ലേ ജയൻ, ഇതൊക്കെ ഉണ്ടാകും. നീ പിന്നെ വിവാഹം? ഇല്ല മാസ്റ്റർ, എനിക്കങ്ങനൊരു ആഗ്രഹമേ ഇല്ല. നോ, ഉണ്ടാകണം. നീ ചെറുപ്പമാണ്, കുടുംബം കൂടെ ഉണ്ടെങ്കിലേ വളരാനുള്ള താല്പര്യം ഉണ്ടാകും. നീ വളരണം, വളർന്നു വലിയവനാകണം. ഞാൻ എന്നും കൂടെ കൊണ്ട് നടക്കുന്ന ആ ഫോട്ടോ നോക്ക. നീയും ഞാൻ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് കൃത്യം 3 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിൽ ലോകപ്രശസ്ത താരങ്ങൾ പങ്കെടുക്കുന്ന റസലിംഗ് മത്സരം. Supply the raw materials as soon as possible. You can go. യെസ് സർ. Yes, തമ്പി ഹോൾഡിംഗ്. ഹായ് ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ. ഡാഡി, ഇന്നാണ് മത്സരം, ഡൽഹി വേഴ്സസ് ഹരിയാന. പോണ്ടേ? മോൾ എന്താണ് താമസിക്കുന്നത് ആലോചിക്കായിരുന്നു ഞാൻ. പോകാം. ഉം. ഇതാ ടിക്കറ്റ്. ധൈര്യമായി പോകും, ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. ആടാ ബോംബ് ക്രിസ്ത്യാനി, നീ അങ്ങനെ മുന്നിന്നാണ് കളിച്ചോ. നിന്റെ അവസാനാണെന്ന് നിന്നെ പോലും. അയ്യോ, മാറാ മാറാ. ജയൻ, അവന് കാഴ്ചയിലെ കരുത്തുള്ളൂ. ധൈര്യമായി പോകും.
അന്വേഷിച്ച് എന്താ ഡാഡി നോക്കിക്കേ ഭംഗിയുണ്ടോന്ന്. മോൻ എങ്ങനെ വെച്ചാലും ഭംഗിയല്ലേ? ഹലോ ആന്റി ഇത് കണ്ടോ? എന്റെ ഡാഡിയാ. കണ്ടു. ആന്റി ഇതിനൊത്തിരി കാശാവോ? എന്റെ ഡാഡിയാ. അതെയോ? ആന്റി ഇന്നലെ ഡാഡി അയാളെ പൊക്കി തഴയത് കണ്ടില്ലേ? കണ്ടു. എന്റെ ഡാഡി ജയിച്ചത് അല്ല ഡാഡി. എന്റെ ഡാഡിയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ആ ആന്റി എന്തിനാ വന്ന? ഫൗളിനാണോ? ഇപ്പൊ വില കൂടി, പഴയ റേറ്റ് ഒന്നല്ല. വില കൊടുക്കാനും ആന്റി ഒരുക്കമാണ്. ഇന്നലെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്റെ അഭിനന്ദനം നേരിട്ട് അറിയിക്കാൻ വന്നതാണ്. സ്വീകരിക്കുന്നു. എനിക്ക് കിട്ടിയ വില കൂടിയ സമ്മാനമാണ്. താങ്ക് യു. താങ്ക് യു ആന്റി പോട്ടെ. ബൈ. ഞാൻ ഇന്നലെയാണ് ബോംബെയിൽ നിന്ന് എത്തിയത്. അടുത്ത ആഴ്ച ബഹ്റിന് പോണം. അതിനുള്ളിൽ ഉറപ്പിച്ചു വെച്ചേക്കാം. വിവാഹം ഞാൻ തിരിച്ചു കൊണ്ടുവരാം. ഇവര് തമ്മിൽ അടുപ്പത്തിലാണെന്ന് പ്രകാശ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചടങ്ങിന്റെ ആവശ്യമില്ല. പോരെങ്കിൽ തമ്പിച്ചേട്ടൻ വാക്ക് പറഞ്ഞിരിക്കുകയല്ലേ? ആണല്ലോ. മഞ്ജു. ഹലോ പ്രകാശ്. മഞ്ജു തന്റെ ചേട്ടനും അളിയനുമാണ്. ഹലോ. ഹലോ. ആ, നിങ്ങൾ രണ്ടുപേരെയും കല്യാണക്കാരെ ഉറപ്പിക്കാനാ ഞങ്ങൾ വന്നത്. ഡാഡി ജസ്റ്റ് എ മിനിറ്റ്. എക്സ്ക്യൂസ് മീ. എന്താ മോളെ? ഡാഡി എന്താണ് അവർ പറഞ്ഞത്? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. പ്രകാശ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും. അത് ഉറപ്പിക്കാനാണ് അവർ വന്നത്. എനിക്കിഷ്ടമല്ല. ഞാനവർക്ക് വാക്ക് കൊടുത്തു പോയി മോളെ. ഈ കാര്യത്തിൽ എന്റെ സ്വാതന്ത്ര്യമല്ലേ ഡാഡി വലുത്? അറിയാഞ്ഞിട്ടല്ല. എങ്കിലും പ്രകാശൻ എന്താണ് ഒരു കുറവ്? പോരെങ്കിൽ ഒരു വകയാണ് മുറച്ചെടുക്കണമല്ലേ? ഒരാളുമൊത്ത് ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത്രയും കാലം പത്മനാഭൻ തമ്പി പടുത്തുയർത്ത അഭിമാനത്തിന്റെ അടിത്തറ നീ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയരുത്. നീ ഒന്നുകൂടി ആലോചിക്കും. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? സമാധാനം ഞാൻ പറഞ്ഞേക്കാം. പ്രകാശ് പ്ലീസ് 1 മിനിറ്റ്. എന്താ മഞ്ജു? സോറി പ്രകാശ്, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. മഞ്ജുവിന് എന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. യു മിസ്അണ്ടർസ്റ്റുഡ് മീ. ചുരുക്കത്തിൽ മഞ്ജുവിന് എന്നെ ഇഷ്ടമല്ല. ഓക്കെ, സോറി ഫോർ ദ ട്രബിൾ. വലിയേട്ടാ പോവാം. എന്താ? എന്ത് പറ്റി പ്രകാശ്? നമുക്ക് പോവാം. കാര്യം പറയൂ പ്രകാശ്. അവൾക്ക് വിവാഹത്തിന് ഇഷ്ടമല്ല. മിസ്റ്റർ തമ്പി, മാന്യന്മാർ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. മാന്യന്മാർ. വൃത്തിയായോ? എന്റെ മുഖത്ത് കരിവാരി തേച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. എന്നെ മനസ്സിലാക്കാതെയാണ് ഡാഡി സംസാരിക്കുന്നത്. നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. മോളെ, നീ പിറന്നു വീണപ്പോ കരഞ്ഞ കരച്ചിൽ മുതൽ ഇപ്പൊ ഡാഡിയെ നിഷേധിച്ച് സംസാരിക്കുന്നവരെയുള്ള നിന്റെ എല്ലാ ശബ്ദങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ഈ ഡാഡിയാണ്. എന്റെ ഈ കൈകളിൽ കിടന്ന് ഡാഡിയുടെ കരണത്തടിച്ചടി മുതൽ ഇപ്പൊ എന്റെ ഹൃദയത്തിലടിച്ചടി വരെയുള്ള നിന്റെ എല്ലാ ചലനങ്ങളും അറിഞ്ഞിട്ടുള്ളത്
നിന്റെ ഈ ഡാഡി മാത്രമാണ്. എന്റെ മോക്ക് ഡാഡിയും മമ്മിയും ഫ്രണ്ടും എല്ലാം ഞാൻ തന്നെയായിരുന്നു. എന്നിട്ട് നീ പറയുന്നു ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ എന്റെ ഒരു ചോദ്യത്തിന് നിനക്ക് ഉത്തരം പറയാമോ? നീ സ്നേഹിക്കുന്ന ആരെയാണ്? ഡാഡി, ഈ നിമിഷം വരെ നിന്റെ ഡാഡിയോട് നീ ആത്മാർത്ഥ പുലർത്തിയിട്ടുണ്ടെങ്കിൽ പറയൂ. നീ ഭർത്താവായി മറ്റൊരാളെ സങ്കല്പിച്ചു കഴിഞ്ഞു. അതെനിക്കറിയാം. അതാരാണെന്ന് പറയൂ. ഡാഡിയുടെ ഊഹം ശരിയാണ്. ഞാൻ ജയനെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ ആണുങ്ങളില്ലാതെ പോയോ എന്റെ മകൾക്കൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ? കൂലിത്തല്ലുകാരനായ തെരുവുതണ്ടിയാണോ അവസാനം കണ്ടെത്തിയത്? ഡാഡി, കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. ഇന്ന് വരെ നിന്റെ ഇഷ്ടത്തിന് ഡാഡി എതിരെ നിന്നിട്ടില്ല. പക്ഷെ ഇത് കൂടെ കടന്നുപോയി വളരെ. ഡാഡിക്ക് എത്രത്തോളം താഴെ ഇറങ്ങാനും മടിയില്ല. പക്ഷേ ചളിക്കുണ്ടിലിറങ്ങാൻ വിഷമമുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അഥവാ ആണെങ്കിൽ പോലും അതെന്റെ ഇഷ്ടമാണ്. അവളെ ഒന്നുകൂടി ആലോചിച്ചിട്ട്. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ശരി, നിന്റെ ഇഷ്ടം നടക്കട്ടെ. പക്ഷേ ഇവിടെ ഒന്നും ജീവിക്കാനാവില്ല. ഈ സ്വത്ത് മുഴുവൻ നിന്റേതാണ്. ഡാഡി എവിടെയെങ്കിലും. വേണ്ട ഡാഡി, അദ്ദേഹത്തിനും ഒരു വീടുണ്ട്. കൊട്ടാരമില്ല, കുടിൽ. എനിക്കത് സ്വർഗമായിരിക്കും. ഇത് നരകമാണെന്ന് നിനക്ക് തോന്നുമെങ്കിൽ എന്റെ മോൾ ഒരു നിമിഷം പോലും നരകത്തിൽ കിടക്കുന്ന എനിക്ക് സഹിക്കാനാവില്ല. അർത്ഥം മനസ്സിലായി. ഞാൻ ഇറങ്ങുന്നു. ശരി. പീറ്ററെ 10 പീറ്ററെ. 10 ഞാൻ 10 രണ്ടല്ലേ വാങ്ങാൻ വീട്ടല്ല. 10 കാശെടുക്കാൻ പോകല്ലേ? കാശോ? എന്താ മഞ്ജു? ഞാനിവിടെ താമസിക്കാൻ വന്നതാ. സമ്മതിക്കുമെങ്കിൽ ജയന്റെ ഭാര്യയായിട്ട്. എന്താ മഞ്ജു തമാശ പറയാണോ? എനിക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന്റെ പേരിൽ ഞാൻ ജയനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഡാഡിയോട് പറഞ്ഞു. ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ അതുകൊണ്ട് പെട്ടെന്നിപ്പോൾ. നിങ്ങൾ എന്നെ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അനുവാദം ചോദിക്കാത്തതിന് മാപ്പ്. പണവും പദവിയും പ്രതാപവും ഒന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല. സമ്മതമില്ലെങ്കിൽ പോലും എനിക്ക് വിരോധമില്ല. പക്ഷേ മഞ്ജു എന്ന ചാപ്റ്റർ ഇതോടെ അവസാനിക്കുന്നു. മഞ്ജു, ഞാൻ ഒരു എടുത്തുചാട്ടക്കാരിയാണ്. അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയാണ്. പക്ഷെ മഞ്ജു, ഞാൻ വേറൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആലോചിക്കാനുള്ളത് എന്റെ മകനെ പറ്റി മാത്രമേ ഉള്ളൂ. പ്രസവത്തോടെ ഇവന്റെ അമ്മ മരിച്ചുപോയി. എനിക്ക് വേണമായിരുന്നെങ്കിൽ വേറൊരു വിവാഹം ഇതിനു മുമ്പാകാമായിരുന്നു. ഇവന്റെ അമ്മയല്ലാത്തൊരു സ്ത്രീ ഇവനെ വേദനിപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് സഹിക്കാനാവില്ല. എന്റെ ജീവനാണിവൻ. ഞാൻ ജീവിക്കുന്ന പോലും ഇവന് വേണ്ടിയാണ്. ഇവനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ ഞാൻ ഒരുക്കമാണെങ്കിലോ? എനിക്ക് എന്താ പറയേണ്ടെന്നറിയില്ല. എങ്കിൽ പിന്നെ മോൻ തീരുമാനിക്കട്ടെ. മോനെ മോനെ, ഈ ആന്റി ഇഷ്ടമാണോ? ഇഷ്ടാണ്. അങ്ങനെ വെറുതെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ആന്റി മോന്റെ അമ്മയായി ഈ വീട്ടിൽ താമസിക്കുന്ന മോൻ ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണ്.
ആണ്. കരണ്ടോ? മഞ്ജു അകത്തേക്ക് പോ. ചെല്ലു പെങ്ങളെ. പീറ്ററെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്യാം. ഈ ബന്ധം കൊണ്ട് നിന്റെയും മോന്റെയും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആന്റി, ഞാനും ഡാഡി പീറ്റമ്മയും കൂടിയേ ഇന്ന് എന്തൊക്കെ പരിപാടി ഇട്ടുണ്ടെന്ന് അറിയാമോ? മ്യൂസിയം, സൂ, ബീച്ച്, ഇവിടെയൊക്കെ ആന്റീനെ കൂട്ടി പോവാ. ഞാൻ പറഞ്ഞിട്ടാ ആന്റി ഡാഡി സമ്മതിച്ചത്. അതെ. പിന്നെ മോനെ, എന്താ ആന്റി? മോന്റെ മമ്മിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മരിച്ചു പോയില്ലേ? ഇല്ല, മരിച്ചിട്ടില്ല. ഇല്ലേ? പിന്നെ ഇവിടെ മോൻ എന്റെ മുഖത്തേക്ക് നോക്കിയേ. മോന്റെ മമ്മിയാണ് ഞാൻ. വിളിക്ക് മോനെ, മമ്മീന്ന് വിളിക്ക്. മോന്റെ മമ്മീന്ന് വിളിക്ക്. മമ്മി. ഭാഗ്യവാനാണ്. എന്തു പറ്റി? പണ്ടാരടക്കം എന്റെ സ്റ്റെല്ലക്കുട്ടിയുടെ തള്ളൊന്നും ചാവുന്നും കൂടി ഇല്ലല്ലോ. അല്ലെങ്കിൽ പണ്ടാരത്തിന് തല്ലി കൊല്ലാൻ പറ്റുമോ? അതുമില്ലേ. ഡാഡി, എനിക്കെന്റെ മമ്മിയെ കിട്ടിയല്ലോ. എവിടെ? ദേ. സംഗതി അച്ഛനാ, ഇപ്പൊ നിന്റെ വിഷമൊക്കെ മാറിയില്ലേ? അപ്പൊ മമ്മിയും കൂട്ടിട്ട് പോവാല്ലേ? എങ്ങോട്ട്? മറന്നോ? സൂ, ബീച്ച്, സിനിമ. പീറ്ററെ, മോൻ പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞിട്ട് പോയി കളയാം. നീ വന്നേ. പീറ്ററെ വേണ്ട, എന്ത്? എടാ വീര, അപ്പൊ നിനക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ട്, ഡേ മതിയല്ലേ? എടാ ഒന്ന് ഇരുട്ടിക്കോട്ടടാ. ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. മോനെ, ബിജുമോനെ, അങ്കിളിന്റെ മോനെ, പൊന്നുമോനെ, എവിടെ നോക്കും മോനെ? ജാതിക്ക് ഭയങ്കര തലവേദന. ആണോ ഡാഡി? അതേ മോനെ. അങ്കിളിനും മോനും കൂടി സൂ, സിനിമ ഇതെല്ലാം കാണാൻ പോവാ. എന്നാ മമ്മി കൂട്ടിട്ട് പോവാ. അതെങ്ങനെ മോനെ? രാജിക്ക് വിക്സോ അമൃതാഞ്ജനോ ഇതൊക്കെ പുരട്ടി കൊടുക്ക. ഇവിടെ ഒരാള് വേണ്ടേ? അത് വേണം. അതാ പറഞ്ഞത്. അപ്പൊ അങ്കിളും മോനും കൂടി പോവാ. നീ മോനെ കൊണ്ടുപോയി. പിന്നെ വെറുതെ ചുമ്മാ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കുറച്ച് ചില്ലറുടെ ആവശ്യം വരും. ഇത് മുഴുവൻ വേണ്ട, ഇത് അവിടെ വെച്ചോ. അപ്പൊ നമുക്ക് പോവാൻ മോനെ, ബിജുമോനെ. പിന്നെ മോനെ എല്ലാ സ്ഥലവും കാണിച്ചിട്ട് പതുക്കെ വന്നാൽ മതി. എന്നാലും ഒരു കാര്യം ചെയ്യാം, 1-2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. മഞ്ജു, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. ഇപ്പൊ എന്തുണ്ടായി? നീ എന്നെ തോൽപ്പിച്ചളഞ്ഞു. ഞാനോ? ഞാൻ എന്റെ മനസ്സ് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, ഒരു പെണ്ണും കടന്നു വരാതിരിക്കാൻ. പക്ഷേ നീ ഇതിനകത്ത് എങ്ങനെ കയറി പറ്റിയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് സ്നേഹിച്ച ആളെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ഭാഗ്യമാണ്. എന്താ കാര്യം? എനിക്ക് കുളിക്കണം. കുളിച്ചോ?
എനിക്ക് കുളിക്കണമെന്ന്. ഞാൻ കുളിപ്പിച്ചായിരുന്നു. വേണ്ട വേണ്ട. അങ്ങനെ ഇപ്പൊ തനിച്ച് കുളിക്കണ്ട, നമുക്കൊരു സഹകരണ അടിസ്ഥാനത്തിൽ കുളി പാസ്സാക്കാം. വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ. അയ്യോ ചേട്ടാ, പോ ചേട്ടാ. വിട്ട്. ചക്കാത്ത് വലിച്ചോട്ടത് അടിയ ആ വെട്ടണം വിട്ട് വെട്ടി വെട്ടല്ല വാഹയാ വെട്ടാ ആ മരത്ത്. ആ പന്നി പന്നില്ലേ പന്നിനകത്ത് അകത്ത് പന്നി അയിമ്പതിനകത്ത് പണം വെച്ചോ പോലീസ് വന്ന് കയറി ഞാൻ വിടുക. നീ പോയിട്ട് ഒരു 300 മില്ലി ഒരു 3 കോഴിമുട്ടി എടുത്തിട്ട് നീ കഴിച്ചോ, ബില്ല് എന്റെ പേരിൽ എഴുതിക്കോ, കാശ് എന്നെ കൊടുത്തോ. പോ പോ വെറുതെ പോ, നടക്കേ ചെല്ലു, പോ ഉപ്പെടുത്തോ, പോ ആ പോ. ആ അകത്ത് ഇങ്ങോട്ട് പറ്റി അകത്ത്. കർത്താവേ ചതിക്കല്ലേ, പഞ്ഞ അകത്ത് പഞ്ഞ അകത്ത് അകത്ത് അകത്ത്. അയ്യോ ഒന്നും മിണ്ടായില്ലടാ വാഹ ചാടുന്നുണ്ടല്ലേ അകത്ത്. നിക്ക് ഞാൻ പോയിട്ട് പൈസ എടുത്തോണ്ടെന്ന് വരാം. അങ്ങനെ ആളെ പറ്റിക്കുന്ന പണിയൊന്നും എനിക്കില്ല, ആ സ്വഭാവം എനിക്കില്ല. എടോ ഇപ്പൊ എന്നാ പിന്നെ ഞാനോട് പ്രസവിച്ചു തരാം. മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? കാശ് വയ്ക്ക്, കയ്യറാ മര്യാദക്ക് കാശ് വയ്ക്കാൻ. എടുക്കാൻ എടാ ഈ ചൂട്ട് പോലത്തെ എന്നെ തല്ലിട്ട് നിങ്ങൾ വലിയ മിടുക്കന്മാരൊന്നാവുന്നതാ. എനിക്ക് പകരം ഞാനൊരാളെ കൊണ്ടുവന്ന് തരാം. അവന് രോഗം തൊടാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? കഴിയോ? ആരെ വേണേലും പിടിച്ചോണ്ട് പോടാ. ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ? സമ്മതിച്ചോ? പിടിച്ചോണ്ട് പോടാ. സമ്മതിച്ചോ? പെറ്റ്
അയ്യോ, ജമില, എന്നെ കൊല്ലുന്നല്ലോ, അയ്യോ, അയ്യോ. എന്താണ്? ബെറ്റ്. ബെറ്റ്, ബെറ്റ്. ഞാൻ പോയതാ. അയ്യോ, ചോര. അയ്യോ, ചോര. അയ്യോ, ചോര. കാണിച്ചാടാ. ജയ, ജയ, നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണോ? എന്താണ് എന്റെ വായിൽ ചോര? അത് ഞാൻ ദേവസ്വന്റെ ചാരായി കിടന്നേ ചീട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു 3-4 പേരായിട്ട് ഉടക്കിന്നല്ല അമറിനെ എടുത്തിട്ട് തല്ലി. ഒന്നുവാടാ. ഞാൻ പറഞ്ഞോ പീറ്ററെ? വരണോന്നോ? അല്ല, മഞ്ജു ഇവിടെ ഉള്ളപ്പോഴേ ഇനി ഞാൻ തല്ലാനൊക്കെ വരുന്നത്. ഓ, നിനക്ക് പെണ്ണായി പടക്കോഴി അല്ലേ? ഇത്രയും കാലം നിന്റെ നിഴല് പോലെ നിന്റെ കൂടെ വന്ന് എനിക്കിത് കിട്ടണടാ. ഞാൻ അവന്മാരോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ വന്നത്. എന്നെ തല്ലി കൊന്നാലും ശരി, ഞാൻ അങ്ങോട്ട് പോവാ. എനിക്കിത് കിട്ടില്ലടാ. വണ്ടി കയറി. കേറി. അധികം നാത്തിക്കോളാം. അതാ 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 ചോപ്പ് ഷർട്ട്. നീ എല്ലാം കൂടെ ചേർന്നാണോ എന്റെ പീറ്ററെ തല്ലിയത്? ഞങ്ങളാ. എന്ത് പണിയായത്? മാങ്ങാത്തൊലി. എടാ, എന്റെ പട്ടിയെ തല്ലുമ്പോൾ ഇവിടെ ഇട്ട് തല്ലുമ്പോ എന്നൊക്കെ നോക്കി നിൽക്കില്ലേനോ? നിന്റെ റാക്ഷാപ്പിന്ന് അടിച്ചു പൊളിച്ച് ഫുട്ബോൾ കളിച്ചതാ. ആരാണ് അവിടെ ഉള്ളത്? എടാ, പീച്ച് തറ ഓൾ ഇന്ത്യയിൽ ആരാണോ ഉള്ളത്? ആരാണോ ഉള്ളത്? വാടാ. മുട്ട ആ മുട്ട ഇവിടെ ഉണ്ട്. അടിച്ചോ. വാ. കല്ലെറിയുന്നോളെ അമരത്തിൻ പൂന്തണല് കാത്തിരിക്കുന്നോളെ ഞാൻ ഈ കുറ്റി ഇട്ടിട്ട് വരാം, നീ നടന്നോ. ആ കുറ്റി കൊണ്ട് കുറ്റി ഇട്ടോ? എന്നാ ഈ കുറ്റി പിടി. അന്നടാ അത് മനസ്സിരിക്കട്ടെ, നമുക്ക് 2 രൂപ കൊടുക്കല്ല. അയ്യോ, മഞ്ജു ഉറങ്ങിയില്ല. അയ്യോ, കഷ്ടായി പോയല്ലോ. അപ്പൊ എന്തേ സിസ്റ്റർ ഉറങ്ങഞ്ഞ്? എവിടെയായിരുന്നു ഇത്രയും നേരം? ഉച്ചക്കിറങ്ങി പോരാണല്ലോ. മഞ്ജു, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു തെറ്റ് ആർക്കും പറ്റൂല സിസ്റ്ററെ. ദൈവത്തിന് പറ്റിയുണ്ട്, ദൈവോത്തറിന് പറ്റിയുണ്ട്, പിന്നെയാണോ മനുഷ്യ ചോദിച്ച വാസനിക്കുന്നുണ്ടാവും. അതെ, അബദ്ധമാണോ എന്ന് ചോദിച്ചാ അബദ്ധമല്ല. ഈ നമ്മുടെ പീറ്റർ പാവമാണ്. ഇവനെ ഒരു 3-4 പേര് കൂടെ തല്ലി. അപ്പൊ ഞാന് അന്വേഷിക്കാൻ പോകുന്ന വഴിക്ക് ഒരു ബ്രാൻഡി ഷോപ്പിന്റെ ഉദ്ഘാടനം. എന്റെ ഒരു സുഹൃത്താണ്, അവന്റെ ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന മഞ്ജു വണങ്ങുന്നതിന്. അയ്യോ, ബിജു ഉറങ്ങി. മോനെ ഉറങ്ങിയില്ല സിസ്റ്ററെ? താരാട്ട് പാടി ഉറക്കി തരാം കേട്ടോ. കണ്ണും കൂട്ടി കണ്ണേ മുന്നായ പൊന്നും മകനെ താരാട്ട് പാടുവാൻ അങ്കളുണ്ടല്ലോ കണ്ണേ. ഉറങ്ങിണ്ടാവില്ലേ? നീ ഇത്ര മനോഹരമായി പാടുന്ന എനിക്കറിയാൻ പാടില്ല. ഞാനല്ല പാടിയത്. അയ്യോ, വിശക്കുന്നു. നമുക്ക് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. ഞാൻ കുളിക്കില്ലേ? വേണ്ട, എനിക്ക് കുളിക്കാൻ പോയി. ഞാനേ ഒരാഴ്ചത്തേക്ക് കുളിക്കാൻ. എനിക്ക് നോയമ്പാ. മഞ്ജു എന്തോന്നും കഴിക്കാത്ത? പറയുമ്പോൾ പെങ്ങളെന്തോന്നും കഴിക്കാത്ത? ഞാൻ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ വലിയ വിലയില്ലെന്ന് എനിക്കറിയാം. മഞ്ജുവിനല്ലാതെ പിന്നെ ആർക്കാ അവിടെ വില?
നീ കാര്യം പറ. ജയേട്ടാ പ്ലീസ്, ഇനിമേലിൽ കുടിക്കരുത്, തല്ലുകൂടരുത്. ഇല്ല മഞ്ജു, ഇനിമേലിൽ ഞാൻ കുടിക്കില്ല, തല്ലും കൂടില്ല. മഞ്ജു ആണ് സത്യം. മഞ്ജു, ജയനാണ് സത്യം. ഞാനും ഇനി ഇതിനൊക്കെ ശ്രമിക്കാം. സത്യം. അയ്യോ, തലേ. ഇത് കഴിച്ചോളൂ. മോനെ മോനെ മോനെ, പാല് പിടിക്ക. ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായില്ലേ? ആയി. എനിക്ക് ഡാഡി ഒന്ന് കാണണമെന്നുണ്ട്. ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആളാണ്. ഇത്രയും നാളായിട്ട് നിന്നെ പറ്റി ഒരു അക്ഷരം അന്വേഷിക്കാത്ത ആളാണ്. അയാളെ അങ്ങോട്ട് പോയി കാണുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാണോ ഈ അനുവാദം ചോദിക്കാൻ നിന്നത്? മണ്ടി, ഒരച്ഛന്റെ വികാരവും വേദനയും എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്താ ഇതുവരെ ചോദിക്കാത്തെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ പോണോ? സാർ, വരാൻ പറയൂ. ഡാഡി, എന്താ ഡാഡി? ഒന്നുമില്ല. സ്വർഗത്തിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും സുഖമാണ് ഡാഡി. നാണു നായർ എല്ലാം വേണ്ട പോലെ നോക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യും? നിനക്ക് പണം വല്ലതും വേണോ? വേണ്ട ഡാഡി, ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എങ്കിൽ പോയിക്കോളൂ ഡാഡി. അല്പനേരത്തേക്ക് മാത്രം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദം നീ എന്നോടൊപ്പം ഇല്ലോ എന്നോർത്ത് വിഷമിക്കുന്നതാണ്. ശരി ഡാഡി, ഞാൻ പോകുന്നു. കാറ് പോയിക്കോളൂ. വേണ്ട ഡാഡി, ഞാൻ വന്ന ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, എന്റെ ഇഷ്ടം. ഇതൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഒരു കുടുംബമൊക്കെ ആയ സ്ഥിതിക്ക് എന്തെങ്കിലും പ്രോഗ്രാം കിട്ടിയില്ലെങ്കിൽ. ജയൻ, നമ്മുടെ തൊഴിലിന്റെ സ്വഭാവം അറിഞ്ഞുകൂടി, കിട്ടുമ്പോൾ കരുതി വെക്കണം. ഇനി ഏതായാലും അടുത്ത സീസൺ വരട്ടെ. ഞാൻ ഈ ഗ്യാപ്പിൽ ഒരു ഫോറിൻ ടൂറിന് പോവുകയാണ്. ഞാൻ ഈ വിവരം പറയാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ ജയൻ, സഹായം വല്ലതും വേണമെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. വേണ്ട മാസ്റ്റർ, തിരിച്ചു വന്നിട്ട് കാണാം. ശരി. സ്റ്റെല്ലക്കുട്ടി, സ്റ്റെല്ലക്കുട്ടി. ഹായ് പിറ്റി. ഇത് കണ്ടോ ഒരു എഴുത്ത്? ആരുടെയാ? എന്റെ അളിയൻ മദ്രാസിലുണ്ടെന്ന് ഞാനന്ന് പറഞ്ഞില്ലേ? പുള്ളിയുടെ ബിസിനസിനെ സഹായിക്കാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ എഴുതിയിരിക്കുകയാണ്. പിറ്റി പോവാണോ? പിന്നെ പോവാതെ. സ്റ്റെല്ലക്കുട്ടിക്ക് എന്താ ഒരു പ്രയാസം പോലെ? ഇത്രയും നാളും സ്റ്റെല്ലക്കുട്ടിയെന്നും വിളിച്ച് കൂടെ നടന്ന പിറ്റി
ഇത്ര വേഗം പോകുമ്പോ അല്ല അതിനെന്താ, ഞാൻ തൂങ്ങിച്ചാകാൻ ഒറ്റ പോവുകയാണോ? ജീവിക്കാൻ പോവല്ലേ സ്റ്റെല്ലക്കുട്ടി? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത വീട്ടിൽ ഇനിയും ചേന ഭാരമായി നിൽക്കുന്നത് ശരിയല്ല. ഞാൻ പോട്ടെ, ഇവിടെ നോക്കൂ, പോട്ടെ. എനിക്കറിയാം, ഞാൻ പോട്ടെ. ക്ലാസ് എടുറാ. എനിക്ക് ബിസ്ക്കറ്റ് താ. ആ 2 പഴം. അമ്മേ, എടോ, കണ്ണു കാണാതെ പാവത്തിനോടെ ഇങ്ങനെ ചെയ്യാം? ബിജുവല്ലേ കഴിഞ്ഞോണ്ട് വരുന്നു? ഡാഡി, എന്തു പറ്റി? എന്നെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. ആരെ? അറിയില്ല. എവിടെ വെച്ചേ? എവിടെ വെച്ച്? ഇവിടെ വാ. ഏത് വേറാ എന്നെ പോലെ സേർട്ട് വെച്ച് വിളിച്ചേ? അവനോട് ഒന്ന് വേഗം കേട്ടടി. വേഗം കേട്ടേ.
നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. മദ്രാസ് എങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. മദ്രാസ് പോകണം. ഗുണം പിടിച്ചില്ല, ഞാൻ വേറെ ഒന്നും പിടിച്ചോളാം. പോയാലോ, എനിക്ക് കൂടെ. മതിയോ മോനെ? മതി ഡാഡി. നിന്റെ ഹസ്ബൻഡ് ഈ തല്ലുവടിയൊക്കെ നിർത്തിയപ്പോ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റാനാ മഞ്ജു? എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരികയായിരുന്നു. നിന്റെ ഹസ്ബൻഡ് ആ ഗുഡൌണില് പൊരിഞ്ഞ അടി നടത്തുന്നു. മമ്മി, ചില്ലറ അടിയൊന്നുമല്ല, അല്പം സീരിയസാ. അടി വാങ്ങുന്നവൻ ചത്തുപോകുന്ന തരത്തിലുള്ള അടി. ഓ ജീസസ്, നീ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയാവുന്ന കാര്യം ആലോചിക്കുമ്പോ നേരാണോ മമ്മി ഇതെല്ലാം? ക്രിസ്തുവാണ് സത്യം. സത്യമല്ലെങ്കിൽ എന്റെ ഈ 2 കണ്ണും പൊട്ടിപ്പോട്ടെ. ഇതൊന്നും ജയന്റെ കുറ്റമല്ല. ആ പീറ്ററിന് മദ്രാസിന് പോകാൻ വേണ്ടി കാശുണ്ടാക്കാനായി വല്ല ബെറ്റും കയറിയേറ്റേക്കും. പാവൻ ജയൻ പീറ്ററിന്റെ വാക്കും കേട്ട് അടിക്കാനും പോയിരിക്കും. നിങ്ങളുടെ ബിജു ഉണ്ടല്ലോ, അവനും തന്ത തല്ലുകൂടുന്ന കണ്ട് അവിടെ രസിച്ചോണ്ടിരിക്കുക. ഇന്ന് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കുമല്ല, ഉണ്ടാക്കണം. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലത്. മമ്മി പോട്ടെ. ആ മഞ്ജു, ഇന്ന് ഗംഭീരമായൊരു സംഭവം ഉണ്ടായി. കുറെ നാളുകൾക്ക് ശേഷം ജയന്റെ ശരീരത്തിനൊരു ഇത് കിട്ടി. എന്റെ മദ്രാസ് പോക്ക് ഉറക്കമില്ലായി അല്ലേ? നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ? മനസ്സിലായില്ല. ഞാൻ നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്റെ ഡാഡി പറഞ്ഞതാണ് സത്യം. എന്ത് സത്യം? ഞാൻ ഇറങ്ങി പോകുന്നത് ഒരു കൂലിത്തല്ലുകാരന്റെ കൂടെയാണെന്ന്. മഞ്ജു, ഇന്നത്തെ സംഭവം അങ്ങനെയല്ല. മമ്മി ഡാഡിനെ നീ തല്ലി. എപ്പോഴും ഡാഡിക്ക് വേണ്ടി സംസാരിക്കാറുള്ളൂ. നിർത്തടി. നിനക്ക് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ നീ കാണിക്കുന്നത്? മമ്മി മമ്മി ഇത് നോക്ക് മമ്മി. എനിക്ക് കേൾക്കാം. മമ്മി ഇത് നോക്ക് മമ്മി. എനിക്ക് കേൾക്കണം. എന്താ നീ കാണിക്കുന്നത്? എന്റെ മോനെ തലയെ നോയിക്കൊണ്ടിരിക്കണോ? ഇറങ്ങടി, ഇറങ്ങ. ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. ഇനി എനിക്കിവിടെ ജീവിക്കാനാവില്ല. ഇത് നരകമാണ്, നരകം. ഇറങ്ങടി, ഇറങ്ങ. പെണ്ണേ, വീട്ടിലെ പെണ്ണേ. ആരാണ് ജയൻ? ഞാനാണ്. പീറ്റർ? ഞാനാണ്. കയറ് വണ്ടിയിൽ. എന്താ കാര്യം? അതെല്ലാം സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. ഇപ്പോൾ എല്ലാം പൂർത്തിയായില്ലേ? ഒരു ഭാര്യയ്ക്ക് അഭിമാനിക്കാൻ ഇനി എന്ത് വേണം? എന്റെ ഡാഡിനെ കൊണ്ടുപോകരുത്. എന്റെ ഡാഡി. മമ്മി മമ്മി ഡാഡി മമ്മി നിൽക്കൂ മമ്മി. നിൽക്കൂ മമ്മി. മമ്മി ഡാഡി ഡാഡി പീറ്റർ മമ്മി ഡാഡി. മമ്മി നിൽക്കൂ മമ്മി. പോയ മമ്മി. അന്തണി ചേട്ടാ. ഇവിടെ ഇരിക്കാൻ പറയാം. എന്നാ ഞാൻ പോയിട്ട് വരാം. മോള് വന്നല്ലോ. ഡാഡി, ഞാൻ തിരിച്ചു വന്നു. ആ, അവൾക്ക് ആഹാരം വല്ലതും കൊടുക്ക്. ഈ പെട്ടി എടുത്ത് വെക്കാൻ പറയാനോ? മോളെ, ഡാഡിക്ക് പുറത്തു പോകാം. ഡാഡി, ഞാൻ അവൾക്ക് നല്ല വിഭവം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പോയിട്ട് വരാം. ഡാഡി, ഡാഡിക്ക് അല്പം തിടുക്കമുണ്ട് മോളെ. ഡാഡി, ഞങ്ങൾ തമ്മിൽ യു ടേക്ക് റെസ്റ്റ്. ഓക്കെ, ബൈ. മോളെ, മോള് വിശ്രമിക്കേ, ഞാൻ ഇപ്പൊ വരാം.
എന്താ? ഈ കുട്ടിക്ക് ഇവന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന്. കാണിച്ചു കൊടുക്ക്. കരയരുത്, കരയരുത്. കരയരുത് മോനെ, കരയരുത്, കരയരുത്. മോൻ പൊയ്ക്കോ, ഡാഡി പിന്നെ വരാം. മോനെ മോനെ പറഞ്ഞു മോൻ സ്റ്റെല്ല ചേച്ചിയുടെ വീട്ടിൽ പോയിക്കോ. കരയരുത്, മോൻ പൊയ്ക്കോ, ഡാഡി പിന്നെ വരാം. പൊയ്ക്കോ. ഡാഡി പിന്നെ വരാം. എന്റെ ഡാഡി എന്റെ കൂടെ വിടുവോ? കുട്ടിയെ ഒരു കാര്യം ചെയ്യും, അകത്തൊരു സാറിയിപ്പുണ്ട്, അദ്ദേഹത്തോടെ ഒന്ന് പറ. എന്റെ ഡാഡി എന്റെ കൂടെ പറഞ്ഞേക്കോ? എന്റെ ഡാഡി പോമോ? ഇത് കണ്ടോ അങ്കിൾ, ആ ലോറിക്കാരൻ എന്നെ പൊള്ളിച്ചത്? ഇത് കണ്ടപ്പോ ഡാഡിക്ക് ദേഷ്യം വന്നു. എനിക്ക് നൊന്തത് കൊണ്ടാ ഡാഡി അയാളെ തല്ലിയത്. എന്റെ ഡാഡി വിട്ടുതരോ അങ്കിൾ? അത് മോനെ, ഡാഡി ഉടനെ വിടാൻ നിവൃത്തിയില്ല. മോനിപ്പൊ പോയിക്കോളൂ. ഡാഡി പോലീസുകാർ തല്ലും. ഏയ് അതൊന്നുമില്ല, അതെല്ലാം ഈ അങ്കിൾ നോക്കിക്കൊള്ളാം. ഡാഡി ഇല്ല ഞാൻ പോവൂല. പറഞ്ഞത് കേൾക്ക് മോനെ, മോന്റെ ഡാഡി എവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് മുൻപേ ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ വരണം, ജാമ്യത്തിലെടുക്കണം. അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും മോൻ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. മോനിപ്പോ പോയിക്കോ, പോയിക്കോ. ആര് വരാനാ? എനിക്ക് ആരുമില്ല. മോൻ പോയിക്കോ, അതെല്ലാം ഈ പോലീസ് അങ്കിൾ നോക്കിക്കൊള്ളാം. പോയിക്കോ. മമ്മി, 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 മമ്മി. എന്ത് വേണം? മമ്മി, ഡാഡിയെ പോലീസുകാർ വിട്ടില്ല. അതിന് ഞാനെന്ത് ചെയ്യണം? അങ്ങനെ പറയില്ല മമ്മി. മമ്മി വന്ന് പറഞ്ഞാ ഡാഡിയെ വിടും. വാ മമ്മി, നമുക്ക് ഡാഡിയും കൂട്ടി വീട്ടിൽ പോവാം. ഞാൻ നിന്റെ മമ്മിയല്ല. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുമില്ല. പോടുന്ന്. മമ്മി, പോകാനല്ലേ പറഞ്ഞത്? മമ്മി. ഞാനത് കേസാക്കുന്നില്ല. ആ ഡ്രൈവറുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാവി എന്താകുമായിരുന്നു? നിന്റെ മകന്റെ കണ്ണുനീരാണ് നിങ്ങളെ വിട്ടയക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇനിയെങ്കിലും നിയന്ത്രണം വിട്ട് പെരുമാറരുത്. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നുപോയി സാർ. ഒരു നല്ല റെസൾട്ടറായി പേരെടുത്ത ആളാണ് നീ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ അത് നിന്റെ കാരിയറിനെയാണ് ബാധിക്കുന്നത്, ആ കുഞ്ഞിന്റെ ഭാവിയെയും. ഞാൻ ആവർത്തിക്കില്ല. ശരി, പോയിക്കോളൂ. പീറ്റർ, സാർ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കണം. സാർ ഞാൻ വിളിച്ചാൽ ഉടനെ ഇവിടെ വരണം. സാർ എനിക്ക് മദ്രാസിൽ അലിന്റെ കൂടി ഒരു ജോലി കിട്ടിയിട്ടുണ്ട് സാർ. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ഇന്ന് തന്നെ പോവാണ് സാർ. പോയിക്കോ.
പോലീസുകാർ വിട്ടോ? വിട്ടു. മോൻ വന്നല്ലേ ഡാഡിയെ വെടിയിപ്പിച്ചത്? മമ്മി ചെന്ന് വിളിച്ചതാ, വന്നില്ല. മോന് ഡാഡി ഇല്ലേ? ഡാഡിക്ക് മോനില്ലേ? ഡാഡി ഒരു അര കുപ്പിയോട് കൊണ്ടുപോകും. ഒന്ന് മതിയാക്കി ചേ. തനിക്ക് എന്താണ് ആവശ്യം? ഞാൻ കുടിച്ചാ തന്റെ തന്തയുടെ ആവശ്യം ഉണ്ടാണ് കുടിക്കുന്നത്. കൊണ്ടാടോ. ഡാഡി 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 എന്റെ ഡാഡി ഇവിടെ വന്നോ? ദേ കിടക്കണം, എടുത്തോണ്ട് പോ. ഡാഡി 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 എണീക്ക് ഡാഡി, നമുക്ക് വീട്ടിൽ പോവാ. എണീക്ക് ഡാഡി, ഡാഡിയുടെ വിജുമോന. ഡാഡി വാ ഡാഡി, നമുക്ക് വീട്ടിൽ പോവാ. ഡാഡി വാ ഡാഡി. മോനെ വാ ഡാഡി, നമുക്ക് വീട്ടിൽ പോവാ. എണീക്ക് വാ ഡാഡി. വാ.
ഡാഡി എണീക്കേ. കാപ്പി കുടിക്ക്. മോൻ ഡാഡിയോട് ക്ഷമിക്കണം. എന്തിനാ? ഡാഡി ഇന്നലെ ഒരു തെറ്റ് ചെയ്തു. എന്താ ഡാഡി? മോന്റെ സമ്പാദ്യപ്പെട്ടി പൊട്ടിച്ച് അതിൽ നിന്ന് കാശെടുത്ത ഡാഡി കുടിച്ചത്. അതിനെന്താ? എന്റെ കാശ് ഡാഡിയുടെ കാശല്ലേ? മോനെ ഡാഡി, ദേ മമ്മി പോകുന്നു. ഡാഡി ഡാഡി മമ്മീനെ വിളിക്ക് ഡാഡി. വേണ്ട മോനെ. കൊണ്ടുപോടാ കൊണ്ടുപോടാ ഗ്ലാസ് കൂടെ. പട്ടി കൊണ്ടുപോടാ. ഇനി ഇത് തരാൻ പറ്റില്ല. ഇനി കുടിക്കണോ? പോയി ക്യാഷ് കൊണ്ടുപോടോ. 10-20 എണ്ണിപ്പറക്കി കൊണ്ടുവരും മനുഷ്യൻ മെനക്കെടുത്താൻ. ഇറങ്ങി പോടോ. ചേട്ടാ കാശ് കൊടുത്ത് വാങ്ങി കുടിക്കാം. ഇന്നലെ വരെ എന്നെ കണ്ട മൂത്രമൊഴിക്കും നീയൊക്കെ ഇന്നലെ തലയിൽ കിടന്നടാ പട്ടി. ചക്കാത്തിരി ചാരയോ? അവന്റെ ശല്യം സഹിക്കാൻ വയ്യായിരിക്കും സാർ. വന്നിരുന്ന് കുടിക്കും, കാശ് ചോദിച്ച ബഹളം ഉണ്ടാക്കും, പിന്നെ തല്ലുണ്ടാക്കും. പതിവ് ആർക്കെല്ലാം പരാതിയാ. ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോണം സാർ. പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോണോ? എന്റെ ഡാഡി കൊണ്ടുപോകരുത്, എന്റെ ഡാഡി കൊണ്ടുപോകരുത്. വാ മോനെ. അങ്കിള് വന്നത് മോന്റെ ഡാഡിയെ കൊണ്ടുപോകാനല്ല. കൊണ്ടുപോകൂല. ഇല്ല, കൊണ്ടുപോകും. ഇല്ല മോനെ, അങ്കിളല്ലേ അന്ന് മോന്റെ ഡാഡിയെ വിട്ടത്, പിന്നെ ഇപ്പൊ കൊണ്ടുപോവോ? അതെ, മോന് വിശക്കുന്നുണ്ടോ? ഡാഡിയോ? അങ്കിളിനും വല്ലാതെ വിശക്കുന്നുണ്ട്. മോൻ പോയി മോന്റെ ഡാഡിക്കും അങ്കിളിനും മോനും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാമോ? നല്ല കുട്ടി.
ചെല്ലേ. പേടിക്കണ്ട മോനെ, ഡാഡി അങ്കിൾ കൊണ്ടുപോകൂല. ചെല്ലേ. വേണ്ട, നിന്ന നിലയുറക്കില്ലല്ലോ, അവിടെ ഇരുന്നാ മതി. ജയ, എന്താടാ ഇത്? നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്ന നിന്നെ ആരാധിച്ചിരുന്ന എത്രയോ പേരിൽ ഒരുവനാണ് ഞാൻ. നിനക്ക് എങ്ങനെയൊക്കെ ഉയരാമായിരുന്നു. ജീവിതത്തിൽ എപ്പോഴോ കയറി വന്ന ഒരുത്തി എന്തിനോ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുപോട്ടെ, നിന്റെ ജീവനും രക്തവുമായ നിന്റെ മകനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞു മനസ്സിൽ നിന്നെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും നിന്റെ വാങ്ങുന്ന മനസ്സിൽ അവനെ കുറിച്ചുണ്ടോ? സാർ, ഞാൻ അവന് വേണ്ടിയാ ജീവിക്കുന്നത്. പോടാ, എല്ലാം വിറ്റുപെറുക്കി കുടിച്ച് നശിപ്പിക്കുന്ന നീയാണോ ഇത് പറയുന്നത്? നിന്റെ മകന് വേണ്ടി നീ ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവനൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ നീ കൊടുത്തിട്ടുണ്ടോ? അവന് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ? ഇന്നും നിന്റെ പ്രവൃത്തികൾ കണ്ടു വളരുന്ന ആ കുട്ടിയുടെ ഭാവി നാളെ എന്താകുമെന്ന് നീ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിനക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ. നാളെ പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് നിന്റെ ഓമന മകൻ ഈ റോഡ് നീളെ തെണ്ടേണ്ടി വരില്ലേ? സാർ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്യാനാ? ആദ്യം നിന്റെ ഈ വൃത്തിയട്ട സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിന്റെ മകന് വേണ്ടി ജീവിക്കാൻ നോക്ക്. അവന് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കും. നിനക്ക് ഞാനുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. മോനും ഡാഡിക്കും കഴിക്കാനുള്ളതെല്ലാം വാങ്ങിച്ചോ? ആ, അങ്കിൾ പിന്നെ വന്ന് കഴിച്ചോളാം. മോനിപ്പോ പോയിക്കോ. അങ്കിൾ പോട്ടെ. ഡാഡി, ഡാഡി, കഴിച്ചു ഡാഡി. മോനെ, ഡാഡി ഇനി കുടിക്കത്തില്ല. ഡാഡി കുടിക്കത്തില്ല. ഇന്നത്തെ മത്സരം ഇറാൻ ചാമ്പ്യൻ സക്സേനയും സൗത്ത് ആഫ്രിക്കൻ ചാമ്പ്യൻ ജോൺ കില്ലറും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ സുവർണാവസരം പാഴാക്കാതിരിക്കുവിൻ.
want to fight! I want to fight! I want to win! Come on! Any single man will pay 5 lakhs of rupees! Come on! Come on! I will challenge! I will challenge! Come on!
to fight! I want to fight! I want to win! Come on! Any single man will be paid 5 lakhs of rupees! Come on! Come on! I will challenge! I will challenge! Come on! Are you going to fight with me? Yes, I am ready to fight with you. Okay! ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാധാരണയായി സ്ഥിരം റൗഡികൾ എന്നെ കാണാൻ സ്റ്റേഷനിൽ വരാറാണ് പതിവ്. പക്ഷെ ഇവിടെ വന്നാൽ നിന്നെ കാണുകയും ചെയ്യാം, ഇത് ബിജുമോന് കൊടുക്കുകയും ചെയ്യാമെന്ന് കരുതി. എവിടെ കൊച്ചു റൗഡി? അവൻ വെളിയിലെങ്ങാണ്ട് പോയിരിക്കുക. ആണോ? നിങ്ങൾ വരുമ്പോൾ കൊടുത്തേക്ക്. അതെ, ഈയിടെയായി ജയനെ കുറിച്ച് സ്റ്റേഷനിൽ ഒരു വിവരവും ഇല്ലല്ലോ. അടിപിടിക്കൊന്നും പോവാറില്ലേ? ഞാൻ വഴക്കിനൊന്നും പോവാറില്ല. വെരി ഗുഡ്. കാത്തിരിക്കാം. വേണ്ട. ജയൻ ഈയിടെ ഒരു വലിയ അടിപിടിക്ക് ഒരുക്കം കൂട്ടുന്നതായി ഞാൻ കേട്ടല്ലോ. ഞാനിപ്പം അതിന്റെ തയ്യാറെടുപ്പ് നടത്തി വരികയാണ്. ഇപ്പോൾ അയാളെ നേരിടുന്നത് ബുദ്ധിയാണോ? ഇതിൽ നിന്ന് പിന്മാറണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിനക്കതിനുള്ള ശക്തിയുണ്ടോ? എന്റെ മനസ്സിനുണ്ട്. അതിന്റെ പേര് ധൈര്യം. ഞാൻ സൂചിപ്പിച്ചത് ശാരീരിക ശക്തിയെക്കുറിച്ചാണ്. സാർ ഒരിക്കൽ എന്നെ ഉപദേശിച്ച ഓർമ്മയുണ്ടോ? മകന് വേണ്ടി ജീവിക്കണമെന്ന്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സാർ, ഈ മത്സരത്തിൽ ഞാൻ ജയിച്ചാൽ എനിക്ക് കിട്ടുന്ന 5 ലക്ഷം രൂപയാണ്. എല്ലാം എന്റെ പൊന്നു മകന് വേണ്ടിയാണ്. ജയിച്ചാൽ? തോറ്റാൽ 5 ലക്ഷവും പോയി, തുടർന്ന് ജീവിക്കാനുള്ള ശരീരവും പോയി. സാർ, ഇത്രയും നാളും മരിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഇനി എന്റെ മകൻ അന്തസ്സായി ജീവിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ എനിക്ക് മരിക്കേണ്ടി വന്നാൽ... Stupid. Best wishes. Thank you. Hello, mommy. How do you do? Fine. Okay? Okay. Ah. Hello. Hello. Oh. I'm sorry. Stella! Stella! Stella, good day. Yeah. Oh, my pity. Oh, my dear sweetie Stella! ആളുകൾ സ്റ്റെല്ല
മദ്രാസില് എന്റെ അളിയന്റെ ചിട്ടി കമ്പനിയിൽ നിന്ന് എനിക്ക് അല്പം സ്വല്പം കാശൊക്കെ കൂടെ കിട്ടി. ആ കാശ് കൊണ്ട് ഞാൻ കാർണിവൽ ഷോ തുടങ്ങി. 6 മാസം നല്ല കൊയ്ത്തായിരുന്നു. പോലീസ് എന്നെ കൊയ്യുന്നു തോന്നിയപ്പോ ഞാൻ സ്ഥലം വിട്ടു. നിന്നെ ഇപ്പൊ കണ്ട റിയൽ ബ്രിട്ടീഷുകാരനെ മാറി തോന്നുന്നു. ശരിയാ ശരിയാ. യെസ് യെസ്. ഇവിടെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ നന്നാവുന്നു. You look real Britain. You are a great. നേരാ. പിന്നെ കളവാണോടി? I don't say lie. കേട്ടോ മോനെ, നീ പോയേ പിന്നെ ഞാൻ മുട്ടയിൽ ഒറ്റ പ്രാർത്ഥനയായിരുന്നു മാതാവിനോട്, എന്റെ പി.ടി. മരുമകനെ എങ്ങനെയെങ്കിലും വലിയ കാശുകാരനാക്കണേ എന്ന്. മമ്മി, അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് ഞാൻ കാശുകാരനായിരുന്നു മമ്മീന്റെ പ്രാർത്ഥന കൊണ്ടാണല്ലേ. എനിക്ക് ജയനെ ഉടനെ കാണും. ഞാൻ പോയിട്ടുണ്ട്. പി.ടി. മോനെ, അതൊക്കെ പിന്നെ മതിയെന്നേ. ഈ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കുളിച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ പോയാ മതിയെന്നേ. മമ്മി, ഞാൻ പോയിട്ട്. Come on, my dear son. Come on. വാന്നേ. അന്തോണി, ഞാൻ ഇപ്പൊ വരുന്ന വഴിയാ. നീ എവിടെ? ജയന് വല്ലതൊക്കെ രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാനോട് ഞാനിവിടെ കൂടി. മത്സരത്തിന് ഒരുങ്ങിയല്ലേ? ജയനും ബിജുമോനോട്? മോൻ കടയ്ക്ക് പോയി. ജയൻ അകത്ത് കിടപ്പുണ്ട്. എന്തായാലും നീ ഇപ്പൊ ഒന്ന് നന്നായി. ജയ, പീറ്ററോ, നീ ഇപ്പൊ വന്നടാ? ഇന്ന് എന്താടാ? ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞോ? ജയ, ഈ മത്സരം നീ ഒഴിവാക്കണം. ഒഴിവാക്കാനോ? പീറ്ററാണോ ഈ പറയുന്നത്? അതെ, ഈ നിലയിൽ അയാളെ നേരിടാൻ നിനക്ക് കഴിയില്ലടാ. മറ്റൊരവസരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരെ ജീവിക്കാനുള്ള വക ഞാൻ സമ്പാദിച്ചു കൊടുക്കുന്നുണ്ടടാ. വേണ്ട. കയ്യിൽ വന്ന അവസരം നഷ്ടപ്പെടുത്തി വരാനിരിക്കുന്ന അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത് ജയിച്ചാൽ ഞാൻ 5 ലക്ഷത്തിന് ഉടമയാണ്. എന്റെ ബിജുവിന് വേണ്ടി ഞാൻ 5 ലക്ഷം രൂപ സമ്പാദിക്കാൻ പോവുകയാണ്. ജയിച്ചാൽ മാത്രമല്ലേ? ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനാണ്. നിനക്ക് അതിനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെയ്യാൻ. ഇല്ല, ഞാൻ ശക്തനാണ് പീറ്റർ. ഞാൻ ശക്തനാണ് പീറ്റർ. ഞാൻ ശക്തനാണ്. 5 ലക്ഷമെന്ന് കേട്ടപ്പോൾ അവന്റെ ഒരു അത്യാഗ്രഹം. ഇതാണ് അവന്റെ അവസാനത്തെ ബെറ്റ്. Come on.
Oh, come on. La 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 la. സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ജയൻ പങ്കെടുക്കാൻ നീ അനുവദിക്കരുത്. നിന്റെ ഭർത്താവിനെ നിനക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. എന്റെ ഭർത്താവോ? വഴിനീള കുടിച്ച് തല്ലുണ്ടാക്കുന്ന തെണ്ടികൾ. Stop it. Nonsense. മഞ്ജു അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അവൻ എങ്ങനെയൊക്കെയോ ജീവിച്ചിരിക്കും. പക്ഷെ മഞ്ജു അവനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവൻ നല്ലവനായി തന്നെയാണ് ജീവിച്ചത്. ആ ഡ്രൈവർ സ്വന്തം കുഞ്ഞിനെ മൃഗീയമായി പൊള്ളിച്ചപ്പോ അത് കണ്ട് സഹിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അത് തന്നെയാണ് ചെയ്യുക. പിന്നെ മഞ്ജു പറഞ്ഞില്ലേ തെണ്ടികളെന്ന്. സ്വന്തം ജീവന്റെ ജീവനായ ആ കുഞ്ഞ് റോഡ് നിങ്ങളെ തെണ്ടാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ആ സാഹസത്തിന് മുതിരുന്നത്. ഒരുപക്ഷെ മഞ്ജുവിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂലിയോടെ ചെയ്തെങ്കിലും അവർ ജീവിച്ചനെ. എനിക്ക് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ. ആ പിഞ്ചു കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ നല്ലൊരു തീരുമാനത്തിലേക്ക് വരണം. ഞാൻ വരട്ടെ. ഞാനെല്ലാം കേട്ടു മോളെ. ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചതായിരുന്നു നിന്നെ ജയന്റെ അടുത്ത് കൊണ്ടാക്കണമെന്ന്. നിന്നെ വളർത്തിയ വാത്സല്യം എന്നെ തടഞ്ഞു നിർത്തി. ഇനി നീ തന്നെ ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. അതാണ് നല്ലത്. ജയൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. പ്രയർ എഴുതിട്ട് പോകാം.
ഡാഡി മമ്മി വന്നു. ഡോക്ടറെ വിളിക്കാം. എന്റെ മോൻ എവിടെ? ജയ, ജയ. സർ, ഞാൻ എന്റെ മകന് വേണ്ടി സമ്പാദിച്ചു കഴിഞ്ഞു. അവന്റെ മമ്മിയെ ഏൽപ്പിക്കണം. അവൾ നല്ലവളാണ്. അവനെ വളർത്തി വലിയവനാക്കണം. ഡാഡി ജയിച്ചു. ഡാഡി ജയിച്ചു മോനെ. മോന്റെ മമ്മി എടുത്ത് പോണം. മോന്റെ മമ്മി നല്ല മമ്മിയാണ്. Daddy? 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 എനിക്ക് Daddy? എനിക്ക് Daddy?
വീട്ടിൽ പോവാ